എന്താ ഇവിടെ നടന്നത്? ഒന്ന് വ്യക്തമായിട്ട് പറയൂ. സാർ, ജോലി കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാരെയും ചെക്ക് ചെയ്യുന്ന ഒരു പതിവുണ്ട് ഇവിടെ. പതിപോലെ പാർവതിയെ ചെക്ക് ചെയ്യുമ്പോൾ പാർവതിയാ മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടത്. ഒളിപ്പിച്ചു വെച്ച ക്യാമറ മാത്രമല്ല അവള് കണ്ടത്, ഇവൻ ആ ഫോൺ ഒളിപ്പിച്ചു വെക്കുന്നതും അവള് കണ്ടു. കണ്ട നല്ല മാന്യൻ, കയ്യിലിരിപ്പ് ഇതും. സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെങ്കിലേ നല്ല തന്തയ്ക്കും തള്ളക്കും ജനിക്കണം. ജനിപ്പിച്ചവരുടെ കുഴപ്പമാ. സാവിത്രി ചേച്ചിക്ക് ഞാൻ ഫോൺ എടുത്ത് കൊടുക്കുന്നതാണ് പാർവതി കണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നിരപരാധിയാണെന്ന് പോലീസിന് മനസ്സിലാവും. പക്ഷേ ജോലി സമയത്ത് ഫോണിൽ സംസാരിച്ചതിന് കരുനാഗം സാവിത്രി ചേച്ചിയെ ജോലിന്ന് പറഞ്ഞുവിടും. കുഞ്ഞിന്റെ സർജറി മുടങ്ങും. എനിക്ക് ചീത്തപ്പേരുണ്ടായാലും സാരമില്ല, ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുമല്ലോ, അത് മതി. ഇവൻ ക്യാമറ വയ്ക്കുന്നത് ഒരു സ്റ്റാഫ് കണ്ടു എന്നല്ലേ പറഞ്ഞേ? അവളവിടെ? രഘു, പാർവതിയുടെ അവളിവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ജയന്തി, ചോദിച്ചേട്ടില്ലേ പാർവതി എവിടെയെന്ന്? എനിക്കെങ്ങനെ അറിയാം? അവളുടെ കാര്യമൊന്നും എന്നോട് ചോദിക്കണ്ട. പരാതി കൊടുത്ത പോലീസ് വരുമെന്നും പോലീസ് വരുമ്പോൾ ദൃക്സാക്ഷി ഉണ്ടാവണമെന്നും നിങ്ങൾക്കറിയില്ലേ? കുറ്റം തെളിയിക്കുന്നതിന് പകരം ഞങ്ങൾ എന്താ അവളെ അന്വേഷണം നടക്കണോ? വേണ്ട സാർ, അവൾ എവിടെയും പോയിട്ടില്ല, ഇവിടെ എവിടെയുണ്ട്. രഘു, പോയി വിളിച്ചുണ്ടോ? ശരി സാർ. സർ, ഇങ്ങനൊരു സംഭവം ഈ കമ്പനിയിൽ ഇത് ആദ്യമായിട്ടാ. കൊടുക്കാൻ കഴിയുന്ന പരമാവധി ശിക്ഷ തന്നെ ഇവന് വാങ്ങിക്കൊടുക്കണം. ഇനി ഇവിടെ ഒരുത്തനും ഇത് ചെയ്യാൻ തോന്നരുത്. ഇവനെ പോലെയുള്ള ഞരമ്പ് രോഗികൾക്ക് ശിക്ഷ രണ്ടാ. കോടതി കൊടുക്കുന്ന ശിക്ഷ ഒന്ന്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് പോലീസിന്റെ വക ഒരു മര്യാദ പഠിപ്പിക്കലുണ്ട്. അത് കഴിയുമ്പോഴേക്കും ഏത് ഞരമ്പ് രോഗിയുടെയും സൂക്കേട് മാറിക്കോളും. അതിന്റെ കൂടെ പത്രത്തിൽ വാർത്ത കൂടി വന്നാ പിന്നെ കാണുന്നവരൊക്കെ ഇവന്റെ മുഖത്ത് കാറി തുപ്പും. പത്രത്തിലൊക്കെ വരൂ. പത്രത്തില് വന്നാ അങ്കൾ അറിയുമല്ലോ. കമ്പനിക്ക് ചീത്തപ്പേരാണെന്ന് പറഞ്ഞു എന്നെ വഴക്കും പറയും. എന്താ ഇപ്പൊ ചെയ്യാ? ഞാൻ ചോദിച്ചിട്ട് പറയാം സർ. എന്തായിരിക്കും? പാർവതിയെ കണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ നോക്കിയിട്ട് പറയാവേ. അതെ, ചെക്ക് ചെയ്യട്ടെ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അവൾക്ക് അവനോട് എന്തോ വിരോധമുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെ എവിടെ കാണുന്നില്ലല്ലോ. ഇനി പോലീസിനെ കണ്ട് മുങ്ങിയോ? ഭാഗ്യം, മുങ്ങിയിട്ടില്ല. പാർവതി, അവിടെ എല്ലാരും നിന്നെ അന്വേഷിക്കുക. നീ ഇവിടെ എന്തെടുക്കുക? വാ. നീ വരുന്നുണ്ടോ? അതോ ഞാൻ പോലീസിനെ കൂട്ടി ഇങ്ങോട്ട് വരണോ? വേണ്ട, ഞാൻ വരാം. എന്നാ വാ.